വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കാരത്തിലേക്ക് ഈ മാസം 12-ന് ചരക്കുമായി ആദ്യ മദർഷിപ്പ് എത്തിയേക്കും. കടൽ മാർഗമുള്ള കേരളത്തിലേക്കുള്ള ആദ്യ അന്താരാഷ്ട്ര ചരക്ക് വിനിമയമാകും ഇത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വൻ സ്വീകരണവും ഒരുക്കും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, കൂടുതൽ വിവരങ്ങൾ കൊടുക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സാക്ഷാത്കാരത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ സെപ്റ്റംബറോടുകൂടി കമ്മീഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാകുമെന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ മാസം 12-ാം തീയതിയോടുകൂടി തന്നെ ആദ്യത്തെ ചരക്ക് മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ കരാർ കമ്പനി, അതായത് അദാനി പോർട്ടിനോടും സംസ്ഥാന സർക്കാരിനോടും അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അദാനി പോർട്ട് 12-ാം തീയതി തന്നെ ഇത്തരത്തിൽ തുറമുഖത്ത് കപ്പൽ നങ്കൂരമിടാനുള്ള തയ്യാറെടുപ്പുകൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് ആണ് അറിയിപ്പ് നൽകിയത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഇതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുമ്പാണ് ഷെങ്ഹ 15 എന്ന ആദ്യ കപ്പൽ വിഴിഞ്ഞത്തെത്തിയത്. വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ, വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളോട് കൂടിയാണ് ആദ്യ കപ്പലിനെ വരവേറ്റത്. ഇപ്പൊ എന്തായാലും കടൽ മാർഗമുള്ള ആദ്യ ചരക്ക് കപ്പലാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്നത്. ഈ മാസം 12-ാം തീയതി കപ്പൽ ബർത്തിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന യാഥാർത്ഥ്യം, അല്ലെങ്കിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആതിര, ശരി. വിഴിഞ്ഞം എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് നൽകിയത്.